ലോകമഹാസമ്മേളനത്തിൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പൈതൃകവും കരുണയും ലോകം ആസ്വദിച്ചു ചില വാക്കുകളിലൂടെ. അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ലോകം ഇന്നുവരെ കേൾക്കാത്ത വസുദൈവ കുടുംബകം എന്ന വലിയ സങ്കല്പം ഭാരതത്തിലെ കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദൻ എന്ന ചെറുപ്പക്കാരൻ എല്ലാ മതങ്ങളും തൻ്റെ മതമാണ് ഏറ്റവും ഉത്കൃഷ്ടമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മതമേലധ്യക്ഷന്മാരുടെ മുമ്പിൽ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വലിയ ദർശനം മുന്നോട്ട് വെച്ച ആ കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ഇന്ന് ലോക യുവജന ദിനമായി ആചരിക്കുകയാണ്. വളരെ ലളിതമായ ആശയങ്ങൾ, എത്ര സുന്ദരമായ ഭാവനയിലൂടെ ഭാരതം എങ്ങനെയാകണമെന്നും എന്താകണമെന്നും ഭാരതത്തിൻ്റെ പൈതൃകവും ഭാരതത്തിൻ്റെ ശക്തിയും എന്താണെന്ന് ലോക ജനതയെ കാണിച്ചു കൊടുത്ത ആ മഹാവീരനായ വലിയ ക്രാന്തദർശിയായ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം ഞാനിവിടെ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ആകുക, ആക്കുക. നിങ്ങൾ ദേവന്മാരെ പോലെ, മനുഷ്യന്മാരെ പോലെ നല്ല മനുഷ്യരാകാനായിട്ട് പരിശ്രമിക്കുക. ആദ്യം വേണ്ട കാര്യം അത്. ഓരോ വ്യക്തിയോടും സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, നിങ്ങൾ ദേവന്മാരെ പോലെ നല്ല മനുഷ്യരാകുക. ആദ്യം ചെയ്യേണ്ടത് അതാ. എന്നിട്ട് നിങ്ങൾ കുടുംബവും സമൂഹവും നാടും ലോകവും നന്നാക്കുക. ആദ്യം ആക്, നല്ല മനുഷ്യനാക്. അതിനുശേഷം ചെയ്യേണ്ടതാണ് ആക്കുക. മറ്റുള്ള മനുഷ്യരെയും നല്ല മനുഷ്യരാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ ലോകം മാറും. കുഞ്ഞിന് പറഞ്ഞ പോലെ, ഞാൻ നന്നായാൽ ലോകം നന്നായി. ആദ്യം നമ്മൾ നന്നാവണം. നമ്മൾ നന്നായാലാണ് മറ്റുള്ളവർ നന്നാവുക. ഞാൻ നന്നായാൽ ലോകം നന്നായി എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഈ വാക്കിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ സുന്ദരമായൊരു സങ്കല്പമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യം നന്നാവാനായിട്ട് ശ്രമിക്കാം. നല്ല മനുഷ്യരാകുക, മറ്റുള്ളവരെ നല്ല മനുഷ്യരാക്കാനായിട്ട് പരിശ്രമിക്കുക. യുവജനങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ച വേറൊരു വ്യക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യുവജനങ്ങളോട്, യുവാക്കളോട്, യുവതികളോട് അദ്ദേഹം പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പിറന്നവരാ. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഭക്തസംഘടനയുടെ അല്ലെങ്കിൽ നിങ്ങളൊരു കളിയുടെ നേതാവാൻ മാത്രം ജനിച്ചവരല്ല. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പിറന്നവരാ. അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പിന്തിരിയാനായിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഏറ്റവും സുന്ദരമാണ്. നായക്കുട്ടികളുടെ കുര കേട്ട് പ്രിയമുള്ള യുവാക്കളെ, നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. ഇന്ന് കർഷക സമരവും പലതരത്തിലുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന വലിയ യുവ സമൂഹത്തെയൊക്കെ നമുക്ക് കാണാം. അവരോട് വിവേകാനന്ദൻ പറയുകയാണ്, നിങ്ങൾ ആ പോസ്റ്റിന് വേണ്ടിയുള്ളവരല്ല, അതിനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ വേണ്ടി നിലനിൽക്കൊണ്ടവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പിറന്നവരാ. അതുകൊണ്ട് നായക്കുട്ടികളുടെ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ പേരിൽ നിങ്ങൾ പിന്തള്ളപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ഒരു മത പുരോഹിതന്റെ പിന്നിൽ നിന്നൊക്കെ ചില കളിയാക്കലുകൾ ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞോടരുത്. നായക്കുട്ടികൾ അവിടെ നിന്ന് കുരയ്ക്കും. നിങ്ങൾ പ്രവർത്തിക്കുക. നായക്കുട്ടികളുടെ കുര കേട്ട് പിന്തിരിഞ്ഞോടാത്ത ഈ സമൂഹത്തിനും നാടിനും വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിനും സുന്ദരമായൊരു യുവജന സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് വിവേകാനന്ദൻ സ്വപ്നം കണ്ട ശക്തിയുള്ള, സ്രോതസ്സുള്ള, മനുഷ്യരെ പോലെയുള്ള, ദൈവത്തെ പോലെയുള്ള മനുഷ്യരാകാനും ആക്കി തീർക്കാനും നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും യുവജന ദിന സന്ദേശം നൽകിക്കൊണ്ട് മനുഷ്യരെ പോലെ, ദൈവത്തെ പോലെയുള്ള മനുഷ്യരാകാൻ, മറ്റുള്ളവരെ ആക്കുവാനും പരിശ്രമിക്കണമെന്ന വലിയ സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് യുവജനദിന സന്ദേശം ഏറ്റവും ഹൃദയത്തിലേറ്റുന്ന ഒരു സന്ദേശമായിട്ട്, യുവാക്കളുടെ വലിയ സങ്കല്പമായിട്ട് മാറാൻ ഈ ദിനം നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സ്റ്റേജ് മാസ്റ്റർ.